മുൻ DGP ശ്രീലേഖയും അതോടൊപ്പം തന്നെ ശാസ്തമംഗലം വാർഡ് കൗൺസിലറുമാണ് ശ്രീലേഖ. ശ്രീലേഖ എന്തെങ്കിലും ഒരു മറുപടി പറയാനായി വാ തുറന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ CPM-ലെ നേതാക്കന്മാരടക്കം ഭയപ്പെടും. കാരണം ശ്രീലേഖയുടെ മുമ്പിൽ കൂടെ ഈ CPM-ലെ നേതാക്കന്മാർ, അതായത് ഈ പിണറായി വിജയൻ ഭരിച്ച സമയത്തൊക്കെ പലതരത്തിലുമുള്ള തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ അല്ലെങ്കിൽ കള്ളത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, വലിയ അഴിമതികളൊക്കെ നടന്നിട്ടുണ്ടെന്ന് ശ്രീലേഖയ്ക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. അത് ശ്രീലേഖ മൊത്തത്തിലൊന്നെടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ, അത് ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന് വഴി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPM-ലെ നേതാക്കന്മാർ മിക്കതും ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകും. ഇപ്പോഴാണ് ശ്രീലേഖ പ്രധാനമായി ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോഴാണ് മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന് ഒരു ബോധോദയം ഉണ്ടായത്. അതായത് ജലപീരങ്കി വഴി വരുന്ന വെള്ളം മലിന വെള്ളമാണെന്ന്. ഈ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചിരുന്ന സമയത്ത്, അതായത് കേരളം ഭരിച്ചിരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറി. ഈ UDF-നെ കാട്ടി വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത് BJP ആണ്. BJP അതോടൊപ്പം തന്നെ യുവമോർച്ച പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. BJP-യുടെ വനിതാ വിഭാഗങ്ങളും നടത്തിയിട്ടുണ്ട്. അതായത് മഹിളാ മോർച്ചയൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ആ പ്രതിഷേധം നടത്തി ഓരോരോ അഴിമതികളും BJP പുറത്തു കൊണ്ടുവന്നു. അത് ജനങ്ങൾക്ക് ബോധ്യമായി. അതിൻ്റെ ഒരു തെളിവാണ് തിരുവനന്തപുരം നഗരസഭ കിട്ടിയത്. അപ്പോൾ അന്നൊന്നും ഈ ജലപീരങ്കിയിൽ വരുന്ന വെള്ളം മലിനീകരണമായ ഒരു വെള്ളമാണ് എന്നൊന്നും പിണറായി വിജയന് ഒരു ബോധവുമില്ലായിരുന്നു. സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് നേരെ വെള്ളം ചീറ്റിയപ്പോഴാണ് ഇത് മലിനീകരണമായ വെള്ളമാണ്, ഇത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പകർച്ചവ്യാധിയൊക്കെ പടർന്നു പിടിക്കുന്നുണ്ട്, ഇത് ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ വരും എന്നൊരു തിരിച്ചറിവ് ഇപ്പോഴാണ് പിണറായിക്ക് ഉണ്ടായത് എന്നാണ് ശ്രീലേഖ ചോദിക്കുന്നത്. കൂടാതെ നമുക്കറിയാം, ഇപ്പോഴത്തെ MLA-യും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയായ രാജൻ ഈ ചെളിവെള്ളവും കൂടെ കോരിയെടുത്ത് നിയമസഭയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച കണ്ടു. സ്വാഭാവികമായി നടുറോഡിലാണ് ജലപീരങ്കി അടിക്കുമ്പോൾ ആ റോഡിൽ കിടക്കുന്ന മണ്ണും വെള്ളവും കൂടെ കലരും, അതൊരു ചെളിവെള്ളമായി മാറും. ആ വെള്ളത്തിനെ കോരിയെടുത്തുകൊണ്ടിട്ട് നമ്മുടെ നേരെ അടിച്ചത് ചെളിവെള്ളമാണ് എന്ന് പറയുന്നു. ഈ മുൻ CPM-ലെ മുൻ മന്ത്രിമാർ പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോൾ നേരെ പിടിച്ച് പ്രതിപക്ഷത്തിരുന്നാൽ മതി, അവിടെ ആകുമ്പോൾ പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. കാരണം ഭരണപക്ഷം പറയുന്നതിന് എതിർക്കുക, അതാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി. അതുകൊണ്ട് അത് ചെയ്താൽ മതി എന്ന് ജനങ്ങൾ വിധി എഴുതിയത് അതുകൊണ്ടായിരിക്കും. AIYF നടത്തിയ നിയമസഭാ മാർച്ചിന് നേരെ പ്രയോഗിച്ച ജലപീരങ്കിയിൽ മലിനമായ ജലമാണെന്ന് CPM-ഉം CPI-യും ആരോപണം ഉയർത്തിയിരുന്നു. അതിനെതിരെ ശ്രീലേഖ ഇന്നൊരു പോസ്റ്റ് ശ്രീലേഖ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോലീസിന്റെ ജലപീരങ്കിയിൽ നിറയുന്നത് അതിൽ പോലീസിന്റെ ജലപീരങ്കിയിൽ നിറയ്ക്കുന്നത് കോളി ധാരാളമുള്ള കരമനയാറിലെ മലിന ജലമാണ് എന്ന് ഇപ്പോഴാണ് 10 വർഷം പോലീസിനെ നയിച്ച പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുന്നത് എന്നാണ് ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. DYFIക്കാർക്ക് മസ്തിഷ്ക ജ്വരം വന്നാലല്ലേ ഇവർക്ക് പൊള്ളു എന്നും ശ്രീലേഖ ചോദിക്കുന്നുണ്ട്. സമരക്കാർക്ക് നേരെ പ്രയോഗിച്ചത് ചെളിവെള്ളമാണെന്ന് ആരോപിച്ച് വെള്ളക്കുപ്പിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിലെത്തിയത് നമ്മൾ കണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ഉപയോഗിച്ചത് ഗുരുതര രോഗങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി പറയണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെടുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ശ്രീലേഖയുടേത്. അതായത് പോലീസിന്റെ ജലപീരങ്കിയിൽ നിറയ്ക്കുന്നത് കോളി ധാരാളമുള്ള കരമനയാറിലെ മലിന ജലമാണ് എന്ന് ഇപ്പോഴാണ് 10 വർഷം പോലീസിനെ നയിച്ച പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുന്നത്. DYFIക്കാർക്ക് മസ്തിഷ്ക ജ്വരം വന്നാലല്ലേ ഇവർക്ക് പൊള്ളു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം വരുന്നതിന് മുമ്പ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ മഹിളാ മോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ വരുൺ ചീറ്റിയ ഏതോ ഓടയിൽ നിന്നും എടുത്ത തവിട് നിറത്തിലുള്ള ദുർഗന്ധം വമിക്കുന്ന മലിന ജലം മാധ്യമങ്ങളോടെ എല്ലാ മലയാളികൾ കണ്ടതാണെന്ന് ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. ഞാൻ അനുഭവിക്കുകയും ചെയ്തതാണ്. മൗലികാവകാശം എന്ന നാടകത്തിൽ NN പിള്ളയുടെ ഒരു കഥാപാത്രം പറയുന്നത് ഓർമ്മ വന്നു. പാപ്പൻ എന്നും പാപ്പനായിരുന്നു, പോലീസ് എന്നും പോലീസായിരുന്നു, നേതാവ് മാറി മന്ത്രിയായി എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പിണറായി വിജയൻ, അതായത് പ്രതിപക്ഷ നേതാവിന് കണക്കിന് ശ്രീലേഖ കൊടുത്തു എന്നതാണ് അർത്ഥം. ഇതിൽ ശ്രീലേഖ പറയാതെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 10 വർഷം ഇടതുപക്ഷം കേരളം ഭരിച്ചിട്ട് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരുന്നിട്ട് കരമനയാറ്റിലെ വെള്ളം അതൊന്ന് ശുദ്ധീകരിക്കാൻ അവിടുത്തെ നമുക്കറിയാം, കരമനയാറിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, മിക്ക വീടുകളിലെയും കടകളിലെയും ഒക്കെ മലിനമായ വെള്ളം നേരെ വന്ന് പതിക്കുന്നത് കരമനയാറിലാണ്. ഇവിടെ ഇപ്പം തിരുവനന്തപുരം നഗരത്തിൽ ആമേയഞ്ചം തോടിലേക്ക് വരുന്നതും മിക്ക വീടുകളിലെയും അതോടൊപ്പം തന്നെ മിക്ക ഹോട്ടലുകളിലെയും മിക്ക ലോഡ്ജുകളിലെയും വെള്ളമാണ് നേരെ ആമേയഞ്ചം തോടിലേക്ക് വന്ന് വിടുന്നത്.
അതേ രീതിയിൽ കരമനയാറിലും വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ കരമനയാറ്, പാർവതിപുത്തനാറ് ഇതൊക്കെ വലിയ രീതിയിൽ ആരെങ്കിലും ഒന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ രോഗം കൊണ്ട് അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പല പ്രാവശ്യം തിരുവനന്തപുരം മേയർ അടക്കം ജലഗതാഗത മന്ത്രിയും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ കണ്ടതാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നതല്ലാതെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമില്ല. പക്ഷേ ഈ കണക്കിന് ഇന്ന് ശ്രീലേഖയുടെ പോസ്റ്റ് വന്നതോടുകൂടി പിണറായി വിജയൻ്റെ മിണ്ടാട്ടം മുട്ടി എന്നതാണ്. ആദ്യത്തെ കണക്കിന് ശ്രീലേഖ പിണറായി വിജയന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല.